പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഈ ജൂലൈ മാസം 20 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി കർത്താവിനും നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തുപരിപാലിച്ചതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. നമ്മളെ കർത്താവ് ചിറകിൻ്റെ മറവിൽ സൂക്ഷിച്ചു പരിപാലിച്ചു. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പോയ രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ കൂടെ ഈ പകൽക്കാലം ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. എന്നോട് ചേർന്ന് പറ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. ഒരിക്കലൂടെ പറയാം, എൻ്റെ യേശു നല്ലവനാകുന്നു, എൻ്റെ യേശുവിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളതാകും. നന്ദിയോടെ സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞ്. യേശു നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ഒന്നുകൂടെ സന്തോഷത്തോടെ ഈ കർത്താവിനെ ഉയർത്തിയാട്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 63-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദൈവമേ അങ്ങ് എൻ്റെ ദൈവം, അധികാരത്തിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം കർത്താവിനായി കാംക്ഷിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടത് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ആമേൻ ആമേൻ. അവൻ എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. കരമുയർത്തി പറ, കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതാകിയാൽ സ്തോത്രം. എൻ്റെ അധരങ്ങൾ ആമേൻ, ഞാൻ കർത്താവിനെ സ്തുതിക്കും സ്തുതിക്കും സ്തുതിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ ഓരോരുത്തരെ നിറയ്ക്കണമേ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. പ്രത്യേകിച്ച് ബ്രോങ്കൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്രോട്ട് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ട് ഉള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഓപ്പറേഷൻ കൂടാതെ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞരമ്പുകൾക്ക് വേദനയായി, ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം വേഗത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ബിസിനസ്സിൽ നേരിട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ സാമ്പത്തിക കെടുതികളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവ് വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക തുണകളെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് പഠിക്കാനുള്ള ജ്ഞാനവും ബുദ്ധിയും കൊടുക്കണം. നല്ല കൂട്ടുകാർ, നല്ല അറ്റ്മോസ്ഫിയർ യേശുവിൻ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ, ശുശ്രൂഷകന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വൈകിട്ട് നടക്കുവാനുള്ള മീറ്റിംഗ് അനുഗ്രഹ സമ്പൂർണ്ണമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമായാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെ പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗമാണ്. 38-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നമ്മൾ പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ നമ്മളെപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങൾ
കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ അത് ഈ കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ പൈസ മാത്രം കൊടുക്കുന്ന കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഓപ്പറേഷൻ തന്നെ, അല്ലെങ്കിൽ കിങ്ഡം ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ എന്തു വിതയ്ക്കുന്നു അല്ലെങ്കിൽ എന്തു കൊടുക്കുന്നു അത് നമുക്ക് കൊയ്തെടുക്കുവാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പല കാര്യങ്ങൾ കൊടുക്കാൻ കഴിയും. ഗീവ് ലവ്. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്താട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ച് കൊയ്തെടുക്കാൻ പറ്റും. ഒറ്റപ്പെട്ടിരിക്കുന്നവർ, ആരുമില്ലാതിരിക്കുന്നവർ, പ്രായമുള്ളവർ, വർത്തമാനം പറയാൻ കൂടെ ആരുമില്ലാത്തവർ, സഹായിക്കുവാൻ ആരുമില്ലാത്തവർ, പ്രിയപ്പെട്ടവരെ, അവരോട് നമ്മൾ അവരോട് ഇടപെടുമ്പോൾ, നമ്മൾ അവർക്ക് സ്നേഹം പങ്കിടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കും ആ ദൈവിക സ്നേഹം അനുഭവിക്കുവാൻ, ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ ഇടവരും. ആരെങ്കിലും ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്നവരെ, പ്രായമുള്ളവരെ, എല്ലാവരും മറന്ന് തള്ളപ്പെട്ടൊക്കെ ഇരിക്കുന്നവരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈക്കൊള്ളണം. അവരെ സ്നേഹിക്കണം, അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് സമാധാനം കൊടുക്കണം, അവരോട് പോയി ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഹാർവസ്റ്റിന് കാരണമാണ്. നമ്മളെപ്പോഴും പറയും പൈസ കൊടുക്കാം. നോ, പൈസ മാത്രമല്ല കൊടുക്കുവാൻ പറഞ്ഞ് സ്നേഹം കൊടുക്കണം. പ്രായമുള്ളവർക്ക് സ്നേഹം കൊടുക്കണം, ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് സ്നേഹം കൊടുക്കണം, മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് സ്നേഹം കൊടുക്കണം, സമാധാനമില്ലാതിരിക്കുന്നവരെ പോയി ആശ്വസിപ്പിക്കണം. അതുപോലെ രണ്ടാമത് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും നമ്മൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇയ്യോബിനെ കുറിച്ച് പറയുന്നു 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം വലിയൊരു ഭാരം എടുത്തുകൊണ്ട് ഒരാൾ വരുന്ന കാണുമ്പോൾ നമ്മൾ അവരുടെ ഭാരം അവരോടുകൂടെ ചേർന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊരു സഹായമായി നിന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, അതൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രായമുള്ളവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവരെ നമ്മളൊന്ന് കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത് അതൊരു സഹായമാണ്. ഒരു കുഞ്ഞുങ്ങളെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അവരെ ഒന്ന് സഹായിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. സോ വോളണ്ടിയറായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഉദാഹരണം പറഞ്ഞാൽ ചർച്ചിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വാഹനമില്ലാത്തവർക്ക് നമ്മുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവരെ ഒന്ന് കൊണ്ടുപോവുക. ഒരാൾ ബസ് കാത്തു നിൽക്കുക, വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ആ വണ്ടിക്കകത്ത് കയറ്റി അവരെ ഒന്ന് അപ്പുറത്തെ അവരാഗ്രഹിക്കുന്ന ആ ജംഗ്ഷനിലേക്ക് ഇറക്കി വിടുക, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊന്ന് കൊണ്ടുവിടുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണ്. ഇതൊക്കെ കൊടുപ്പീൻ എന്ന് പറഞ്ഞ വാക്കിനകത്ത് വരുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സമയം കണ്ടെത്തി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ ആശ്വാസം കൊടുക്കുകയും ചെയ്യുന്നതിനൊക്കെ നമുക്ക് പ്രയോജനമുണ്ട്. നമുക്ക് ചാവുകടൽ എന്ന് പറയുന്നൊരു കടലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡെഡ് സീ എന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഡെഡ് ആയിട്ടിരിക്കുന്നത്? അത് വെള്ളം സ്വീകരിക്കുകയല്ലാതെ അത് കൊടുക്കാറില്ല, സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്ന് പുറത്തോട്ടൊന്നും വിടാറില്ല. അതുകൊണ്ട് എന്തു പറ്റി? അതിനകത്ത് ജീവനില്ലാതായിപ്പോയി. എന്നാൽ മറ്റു കടലുകളുടെ പ്രത്യേകത എന്താ? അത് വെള്ളം ഒഴുക്കി വിടും. അതുകൊണ്ട് അതിന് ജീവനുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം, നമുക്ക് ലഭിക്കുന്ന സന്തോഷം, സമാധാനമൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ തയ്യാറായാൽ, ഷെയർ ചെയ്യുവാൻ തയ്യാറായാൽ, കൊടുക്കുവാൻ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഹാർവെസ്റ്റിന് കാരണമാകും. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യും, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും, ഞാൻ അപരിചിതനായാലും എന്നാലാകുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യും, രോഗികളെ ഞാൻ സന്ദർശിക്കും, വാഹനമില്ലാത്തവരെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകും, ഭക്ഷണമില്ലാത്തവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ, ഒരു ശക്തമായ ഡിസിഷൻ എടുക്കുക. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കും. പിതാവേ, ഈ സന്ദേശം കേട്ട ഞങ്ങളെല്ലാവരും മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തിപ്പറ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കയറി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്.
We are permanently blessed and highly favored. God bless you. God bless you. God bless you.